നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ദൈവം ഒരു നാളും സമ്മതിക്കുകയില്ല. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. ദൈവം സമ്മതിക്കുകയില്ല. ദൈവം നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകൊണ്ട് തൻ്റെ പുത്രനായ യേശുവിൻ്റെ ചോരയാൽ നിങ്ങളെ സമ്പാദിച്ചിരിക്കുന്നത് കൊണ്ട്, നിങ്ങളുടെ മേൽ ദൈവത്തിന് ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട്, വിചാരമുള്ളതുകൊണ്ട് അവൻ നിങ്ങളെ പുലർത്തുന്ന ദൈവമാണ്. നിങ്ങൾ കുലുങ്ങിപ്പോകുവാൻ അവൻ സമ്മതിക്കുകയില്ല, ഒരു നാൾ സമ്മതിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വിചാരമുണ്ട്, ദൈവത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ ദൈവത്തിന് വിലയേറിയവരും മാന്യരുമാണ്. നിങ്ങളെ തൊടുന്നവൻ ദൈവത്തിൻ്റെ കൺമണിയെ തൊടുന്നു എന്നാണ് ദൈവം പറഞ്ഞത്. നിങ്ങളുടെ ഭാരം ദൈവത്തിൻ്റെ ഭാരമാണ്. അതുകൊണ്ടാണ് യേശു നമ്മുടെ ഭാരം മുഴുവൻ ചുവന്നത്. പ്രിയപ്പെട്ടവരെ, ഭാരം ഇന്ന് നമുക്ക് ദൈവത്തിന് ഇറക്കി വയ്ക്കാം. ദൈവത്തിന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും. ദൈവത്തിന് നിങ്ങളെ സഹായിക്കുവാൻ കഴിയും. ദൈവത്തിന് നിങ്ങളെ മുൻപോട്ട് നയിക്കുവാൻ കഴിയും. പിശാചിൻ്റെ പ്രവർത്തനം അഴിപ്പാനാണ് ദൈവപുത്രനായ യേശു ലോകത്തിൽ വന്നത്. അതേ, നിങ്ങൾ തകർന്നു പോകുകയില്ല, നിങ്ങൾ വീണ് കിടക്കുകയില്ല. ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവത്തിൻ്റെ കരുതൽ തുടർന്നുള്ള ഓരോ നിമിഷങ്ങളിൽ നിങ്ങൾ കാണാൻ പോവുകയാണ്. ഭാരങ്ങളെ ഇറക്കി വെച്ച് സ്തോത്രം ചെയ്യാം. ദൈവം നിങ്ങളെ പുലർത്തുന്നവനാണ്. വിശ്വാസത്തോടെ വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.